നമ്മൾ ആരും പാപം ചെയ്യുന്നത് അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ദൈവം തമ്പുരാനിൽ നകലാൻ, ദൈവവിശ്വാസത്തിൽ നകന്നു പോകാൻ, വിശ്വസിക്കുന്നവരെ നിന്ദിക്കാൻ, പരിഹസിക്കാൻ, പീഡിപ്പിക്കാൻ അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ വന്ന് നിങ്ങളോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നുവെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പൊ കർത്താവ് വന്നതുകൊണ്ടാണ് ആ പാപം ഉണ്ടായത്? അങ്ങനെയല്ല. ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് അറിവ് കിട്ടി. ആ അറിവിനോടും നിങ്ങൾ നിഷേധം കാണിക്കുമ്പോൾ അത് പാപമായിട്ട് മാറുന്നു. പക്ഷെ അറിവ് കിട്ടാത്തവർക്ക് അത് പാപമല്ല, അത് അജ്ഞതയാണ്, ഇഗ്നറൻസ് ആണ്. ഇപ്പൊ രണ്ട് രീതിയിൽ കാര്യങ്ങൾ നടക്കും. ചിലർക്ക് കർത്താവിനെ നിന്ദിക്കുന്നത് അജ്ഞത കൊണ്ടാണ്, ഇഗ്നറൻസ് കൊണ്ടാണ്. അപ്പൊ അവരെ നോക്കിയാണ് കർത്താവ് കുരിശിൽ പ്രാർത്ഥിച്ചത്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണേ, അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ കാര്യത്തിൽ പ്രശ്നം എന്നറിയാവോ? നമുക്കിത് അറിയാം. കാരണം എന്താ? കർത്താവ് നമ്മളോട് വന്ന് സംസാരിച്ചത് കൊണ്ട് നമുക്ക് പാപമുണ്ട്. എന്താ കാര്യം? ആ അറിവിനോടുള്ള നിഷേധമാണ് പാപമായിട്ട് മാറുന്നത്. അപ്പൊ ഞാൻ ഈ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോഴേ, കുമ്പസാരിക്കാൻ ഒരുക്കുമ്പോൾ പറയും, അജ്ഞത കൊണ്ട് പാപം ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ്. ക്രിസ്തീയ പരിശീലനം ലഭിച്ചവരുടെ ഇടയിൽ വളരെ കുറവാണ്. കർത്താവ് നൽകിയ സുവിശേഷത്തിന്റെ പാഠങ്ങളോട്, സഭയുടെ പ്രബോധനങ്ങളോട് നമ്മൾ പുലർത്തുന്ന നിസ്സംഗതയോ നിഷേധവുമാണ് പാപമായിട്ട് മാറുന്നത്. അപ്പോൾ അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അറിവ് ഇനിയും വരണം, ഇനിയും അറിവുണ്ടായിരിക്കണം. പീഡനത്തിന്റെ ഒരു കാരണം, ദൈവനിഷേധത്തിന്റെ, വിശ്വാസരാഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണെന്ന് തിരിച്ചറിയുക.